إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 282 ആയത്ത് ദൈനിന്റെ അവസാന ഭാഗം മൂന്നാമത്തെ പാർട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പ് സാക്ഷി നിർത്തുന്ന വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്തത്. ശേഷം അല്ലാഹു പറയുന്നു വിസമ്മതിക്കാൻ പാടില്ല സാക്ഷികൾ വിസമ്മതിക്കാൻ പാടില്ല അവരെ സാക്ഷി നിൽക്കാൻ വിളിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മടി കാണിക്കാൻ പാടില്ല. നിങ്ങൾ എഴുതി വെക്കുന്നതിന് സഗീറൻ ചെറുതോ ഔ കബീറൻ അല്ലെങ്കിൽ വലുതോ ഇലാ അജ്ലിഹി ഒരു നിർണിത അവധി വരെ ചെറുതോ വലുതോമായ കാര്യങ്ങൾ എഴുതി വെക്കുന്നതിന് നിങ്ങൾ മടി കാണിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായി എഴുതി രേഖപ്പെടുത്തണം. അത് അല്ലാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം നീതിപൂർവകമായ ഒരു കാര്യമാണത്. സാക്ഷിക്ക് അത് ബലം നൽകുന്നതുമാണ്, അതായത് ചൊവ്വായത് നേരായതുമാണ്, അത് സാക്ഷ്യത്തിന് നേരായതാണ്. അത് അടുത്തതുമാണ്. സംശയമില്ലാതിരിക്കാൻ അടുത്തതുമാകുന്നു എന്ന് പറഞ്ഞാൽ സംശയമില്ലാതിരിക്കാൻ സൗകര്യപ്പെടുന്നതുമാകുന്നു ഈ എഴുത്തുകുത്ത് എന്ന് പറയുന്ന ഇടപാട്. ആയാലല്ലാതെ തിജാറത്തൻ ഹാദിറത്തൻ റൊക്കക്കച്ചവടമല്ലാതെ, റൊക്കക്കച്ചവടമായാൽ എഴുത്തിന്റെ ആവശ്യമില്ല. തുദീറൂനഹ നിങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നു, ബൈനക്കും നിങ്ങൾക്കിടയിൽ നിങ്ങൾ നിയന്ത്രിക്കുന്ന റൊക്കക്കച്ചവടത്തിന് എഴുത്തിന്റെ ആവശ്യമില്ല. ഫലൈസ അലൈക്കും ജുനാഹുൻ നിങ്ങളുടെ മേൽ കുറ്റമില്ല, ജുനാഹുൻ കുറ്റമില്ല. അല്ലാ തക്തുബുഹ അത് എഴുതി വെക്കാത്തതിന്റെ പേരിൽ. വഅശീദു ഇദാ തബായഅതും വഅശീദു നിങ്ങൾ സാക്ഷി നിർത്തണം. ഇദാ തബായഅതും പരസ്പരമുള്ള ക്രയവിക്രയങ്ങൾ അത് നീണ്ടതാണെങ്കിൽ എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. വലായുളറഖാതിബുൻ ഒരു എഴുത്തുകാരൻ ഉപദ്രവിക്കാൻ പാടില്ല. വലാ ഷഹീദുൻ ഒരു സാക്ഷിയും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. ഫൈൻ തഖലു നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫൈനു ഫുസൂഖുൻ ബിക്കും അത് നിങ്ങളൊരു തൊന്യവാസമാണ് നിങ്ങൾ ആ ചെയ്യുന്നത്. വത്തഖുല്ലാഹ് അല്ലാഹുവിനെ സൂക്ഷിക്കണം. വയുഅല്ലിമുകുമുല്ലാഹു അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. വല്ലാഹു ബികുല്ലി ഷൈഇൻ ഖദീർ അലീം വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദീർഘമായ ആയത്ത് അവസാനിക്കുന്നത്. ആഖിർ ദവാനാ അൽഹംദുലില്ലാഹ്.